ISSD. ഇനി പഠിക്കാം, ജയിക്കാം, നയിക്കാം. ഒന്നാമത്തെ കാര്യം, ഭരണസ്തംഭനം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം കൗൺസിൽ യോഗം, മാസത്തിലൊരിക്കൽ നടക്കുന്ന കൗൺസിൽ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഭരണം നടക്കുന്നത്. കൗൺസിൽ യോഗത്തിൽ തീരുമാനങ്ങൾ എടുക്കണം. ആ തീരുമാനങ്ങൾ എങ്ങനെയൊക്കെ എടുക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ നിരവധി സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. 15 മിനിറ്റ് കൊണ്ടും 10 മിനിറ്റും. ഇന്നലെ ധാരാളം അജണ്ട ഐറ്റംസ് മാറ്റിവെച്ചു എന്നുള്ളത് ശരിയാണ്. അത് ചർച്ച ചെയ്യണമെന്നുള്ളത് കൊണ്ടായിരിക്കണം. ആ കാര്യത്തിൽ മേയറാണ് അക്കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള അഭിപ്രായം പറയേണ്ടത്. ഏതൊക്കെയാണ് അജണ്ട ഐറ്റം മാറ്റിവെച്ചത്? ഭരണസ്തംഭനമോ അല്ലെങ്കിൽ മാലിന്യ നീക്കവും ബാക്കിയുള്ള കാര്യങ്ങളിലും ഒക്കെ നടപടികളോ ഒന്നും തന്നെ തടസ്സപ്പെട്ടിട്ടില്ല. CPM-ഉം കോൺഗ്രസും ചേർന്ന് കേരളത്തിൽ ഒരു നഗരസഭയിൽ ഭാരതീയ ജനതാ പാർട്ടി ഭരണത്തിൽ വന്നതിലുള്ള അസഹിഷ്ണുത, ആ അസഹിഷ്ണുത പല രൂപത്തിൽ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് ജനങ്ങളെ സംബന്ധിച്ചോളം ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഈ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുണ്ട്. അല്ല, ഒന്നാമത്തെ കാര്യം, കാപ്പ കേസിൽ ഉൾപ്പെടുത്തിയതിനെ തന്നെ ഞങ്ങൾ ചോദ്യം ചെയ്യുക. കാപ്പ കേസിൽ ഉൾപ്പെടുത്തിയത് അന്നത്തെ CPM നേതൃത്വം അന്നത്തെ കൗൺസിലറുടെ അഴിമതിക്കെതിരായിട്ട് ശബ്ദമുയർത്തിയത് കൊണ്ട് മാത്രമാണ് അയാൾക്കെതിരായിട്ട് കാപ്പ കേസ് വന്നത് എന്നുള്ളതാണ്. കാപ്പ കേസ് കഴിഞ്ഞ സർക്കാർ ഇതുപോലെ അവരുടെ രാഷ്ട്രീയ പ്രതിയോഗികളായിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് നിരവധി സംഭവങ്ങളുണ്ട്. ഇനിയും സംഭവങ്ങളുണ്ട്. അത് കാപ്പ കേസും ആയിട്ടില്ല. ഞങ്ങൾ ചോദ്യം ചെയ്യും. മാത്രമല്ല, അതിൽ ഞങ്ങളൊക്കെ, ഈ ഇരിക്കുന്ന ഞാൻ ഉൾപ്പെടെ അതിനിരയാണ്. ഞാൻ 1980 എന്നെ 307 വകുപ്പ് ചുമത്തിയിട്ട് 2 മാസം ജയിലിലിട്ടത് എനിക്ക് മനസ്സറിവ് പോലും ഇല്ലാത്തൊരു സംഭവത്തിൻ്റെ പേരിലാണ്. അപ്പോൾ രാഷ്ട്രീയ പ്രതിയോഗികളെ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടുത്തി ജയിലിലിടുക എന്നുള്ളത് CPM-നെ സംബന്ധിച്ചോളം ഒരു പുതിയ കാര്യമല്ല. അപ്പോൾ CPM അത് നിരന്തരമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള കാര്യമാണ്. അത് ഇത്തവണ സുഗതനെതിരായിട്ടായി വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കാപ്പ കേസ് CPM ചുമത്തി എന്നുള്ളത് കൊണ്ട് സുഗതൻ ഗുണ്ടയാണെങ്കിൽ അങ്ങനെ ഒരാളെ വട്ടിയൂർക്കാവിലെ ജനങ്ങളുടെ, ആ ജനങ്ങൾ, വാഴോട്ടുകോണത്തെ ജനങ്ങൾ, ആ ജനങ്ങൾ തിരഞ്ഞെടുത്തത്, ശിവൻകുട്ടി പറയുന്നത് ഭീഷണിപ്പെടുത്തി ജനങ്ങൾ വോട്ട് ചെയ്തു എന്നാണ്. ഇതുപോലത്തെ അബദ്ധങ്ങൾ ഒരു മുൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ വായിൽ നിന്ന് വരുന്നത് തന്നെയാണ് ഏറ്റവും വലിയ. ഈ പറഞ്ഞ കേസുകൾ ഞാൻ പറഞ്ഞതല്ല, ഇതൊക്കെ മാധ്യമങ്ങൾക്ക് പോലീസ് നൽകുന്ന ഒരു നരേഷനാണ്. കാരണം ഇതിൽ പല കേസുകളും കേസ് കോടതിയിൽ എത്തി വിട്ടുപോയ കേസുകളാണ്. ആ കേസ് BJP ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം ആ കേസ് തന്നെ കെട്ടിച്ചമച്ചതാണെന്നുള്ളതാണല്ലോ. അതുകൊണ്ടല്ലേ കേസ് വിട്ടുപോയത്. പിന്നെ ക്ഷേത്രത്തിനകത്തുള്ള സംഭവം, ആ സംഭവത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ചിത്രം നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മതി. ആ ക്ഷേത്രത്തിൽ നടന്ന സംഭവം ഈ സുഗതനെതിരായിട്ട് അവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ്റെ ഭാര്യയ്ക്കെതിരായിട്ട് അവിടുത്തെ CPM-കാരായിട്ടുള്ള ചില ആളുകൾ നടത്തിയ അശ്ലീല പരാമർശങ്ങളെ സംബന്ധിച്ചിട്ടുള്ള തർക്കത്തിൻ്റെ പേരിലാണ് ഈ ക്ഷേത്രത്തിനകത്തുള്ള പ്രശ്നം ഉണ്ടായത്. അതല്ലാതെ സുഗതൻ അവിടെ സമാധാനപരമായിട്ട് നടന്ന ഒരു ഉത്സവത്തിലേക്ക് ചെന്നിട്ട് ക്ഷേത്ര ഉത്സവത്തെ അലങ്കോലപ്പെടുത്തുന്ന ഒരു സംഭവമല്ല ഉണ്ടായി. ഏത് അല്ല, അത് കോർപ്പറേഷൻ സംവിധാനം, ഒരു പാർട്ടിയുടെ ജില്ലാ നേതൃത്വമൊക്കെ കൂടി ആലോചിച്ചിട്ട്